Hi guys, welcome back to our channel. After a long time, നമ്മളൊരു വീഡിയോ ചെയ്യാണ് and the content of the video is Yes, we got a lot of queries regarding the admission process. So, നമുക്ക് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാന്ന് പ്ലാൻ CET എങ്ങനെയാണ് CET നടക്കുന്നത്, CET MBA കിട്ടാനുള്ള സ്കോർ എന്താണെന്നൊക്കെ. സോ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറയാം. അപ്പോൾ CET മെയിൻലി അഡ്മിഷൻസ് കോമൺ എൻട്രൻസ് എക്സാം വഴിയാണ് നടത്തുന്നത്. മെയിൻ എക്സാംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ KMAT, CMAT, CAT ഏതൊക്കെയാണ്. MBAക്ക് പൊതുവെ എല്ലാ MBAയുടെ കോമൺ എൻട്രൻസ് എക്സാംസ് തന്നെ അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ദ സ്പെഷ്യൽ പാർട്ട് ഈസ് KMAT സെക്കൻഡ് സെഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ഫ്യൂ കോളേജസ് വിത്ത് ഗുഡ് ROI ആണ് CET. സോ മോസ്റ്റ് ഓഫ് ദ കുട്ടികൾക്ക് അറിയേണ്ട മേജർ ഡൗട്ട്, ഈ എൻട്രൻസ് എക്സാംസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യും, ഈ എൻട്രൻസ് എക്സാമിന്റെ ഒക്കെ കട്ട് ഓഫ് എത്രയാണ് CET കിട്ടാൻ. അപ്പോൾ ഫസ്റ്റ് കാര്യം KMAT കട്ട് ഓഫ് അറൗണ്ട് എത്രയായിരുന്നു? KMAT around I think 80 above. ഈ പറയുന്ന കട്ട് ഓഫ് ഒന്നും ഒരു കറന്റ് പബ്ലിഷ് ചെയ്ത മീഡിയ അല്ല, ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു കട്ട് ഓഫും അതേപോലെ ഒരു റീസെന്റ് ട്രെൻഡ്സ് ആണ്. ഇതൊക്കെ ഫസ്റ്റ് അഡ്മിഷന് ഫസ്റ്റ് കോളിൽ അതായത് ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിൽ വിളിച്ച കട്ട് ഓഫ് ആണിത്. സെക്കൻഡ് റാങ്ക് ലിസ്റ്റിൽ കട്ട് ഓഫ് കുറയും, തേർഡിൽ പിന്നെയും കുറയും. CET 60 above എടുത്തിട്ടുണ്ട് കഴിഞ്ഞ റീസെന്റ് ട്രെൻഡിൽ വന്നിട്ട് കഴിഞ്ഞ വർഷം എടുത്തത്. ആൻഡ് CAT above I think around 60 above എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ നോക്കുകയാണെങ്കിൽ. ഇതൊക്കെ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തവർക്കാണ് ഈ കട്ട് ഓഫ്. ആൻഡ് കട്ട് ഓഫിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ യുവർ പെർഫോമൻസ് ഓൺ ഇന്റർവ്യൂ ആൻഡ് GD. വലിയൊരു ഭാഗമാണ് നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സിന്റെ. കട്ട് ഓഫ് കൂടുതലുള്ള കുട്ടികൾക്ക് ഇന്റർവ്യൂവും GDയിലും പെർഫോമൻസ് കുറഞ്ഞത് കൊണ്ട് കിട്ടാതെ പോയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് മെയിൻലി അറിയേണ്ടത് ഇവിടെ CETയിലുള്ള സ്പെഷ്യലൈസേഷൻസ് ഏതൊക്കെയാണെന്നാണ്. നമ്മുടെ CETയിൽ മെയിൻലി ഉള്ള സ്പെഷ്യലൈസേഷൻ ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ് ആൻഡ് സിസ്റ്റംസ്. ഇത് ഇത്രയാണ് ഇപ്പം കറന്റ്ലി നമ്മുടെ CETയിലുള്ളത്. വേറെ 2 പേപ്പറും കൂടി നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അത് അപ്രൂവ് ആയ ആ പേപ്പറും കൂടി നമുക്ക് കിട്ടും. അത് ഡാറ്റ അനലിറ്റിക്സും. സോ കമ്മിങ് ടു ദ ഇന്റർവ്യൂ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മളോട് അധികം ചോദിച്ചത് ഫസ്റ്റ് ഒക്കെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്. ദെൻ റിഗാർഡിംഗ് ദി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിച്ച ബാക്ക്ഗ്രൗണ്ട് എന്താ പഠിച്ചത് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ബിസിനസ് റിലേറ്റഡ് ടോപ്പിക്സ് ഇതാണ് നോർമലി ഇന്റർവ്യൂവിന് ചോദിക്കാറ്. പിന്നെ റിഗാർഡിംഗ് ദ GD ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മുടെ ഒരു മെയിൻ പാർട്ടാണ്. ഇന്റർവ്യൂവിൽ നന്നായി പെർഫോം ചെയ്ത കുട്ടികൾ മേ ബി ഗ്രൂപ്പ് ഡിസ്കഷനിൽ ആ ഒരു ഫിയർ കാരണം പെർഫോം ചെയ്യാതിരിക്കുക. അപ്പോൾ മെയിൻലി ഗ്രൂപ്പ് ഡിസ്കഷന്റെ കോമൺ കറന്റ് നിൽക്കുന്ന ടോപ്പിക്സ് തന്നെ ചോദിക്കുക. നമ്മളോടൊക്കെ ചോദിച്ചത് ഡസ് AI വിൽ റീപ്ലേസ് ഹ്യൂമൻ വർക്ക്സ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് AI, is leadership is inborn skill or acquired skill. കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയായിരുന്നു GDയിൽ ഉണ്ടായിരുന്നത്. ആൻഡ് GDയുടെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ GDയിൽ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്ക് GDയിൽ പോയിന്റ്സ് കൂടുതലാണ്. ആൻഡ് GDയിൽ ആ GD ഗ്രൂപ്പ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യുന്ന ആൾക്ക് പോയിന്റ് കൂടുതലാണ്. GD ഒരു ഡിബേറ്റ് പോലെ ആക്കരുത്. എല്ലാവരും മീൻസ് ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻസും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ പറയാൻ. GD ആൻഡ് ഡിബേറ്റ് ഈസ് ഡിഫറെന്റ് തിങ്. അപ്പോൾ ഒരു വാഗ്വാദത്തിന് നിൽക്കാതെ കറക്റ്റ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ആൻസേഴ്സ് പറയാൻ നോക്കുക, പോയിന്റ്സിലേക്ക് സ്ട്രക്ചർ ചെയ്യുക. ആൻഡ് നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്താൻ നോക്കുക. നിങ്ങൾ ബോത്ത് സപ്പോർട്ട് ചെയ്യരുത്, നിങ്ങളുടെ ടോപ്പിക് ഏതാണോ അതിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഓക്കെ, ഇത് നമ്മളപ്പോ ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മോസ്റ്റ്ലി എല്ലാ കുട്ടികളും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിപ്പോ ആൻസർ ചെയ്തിരിക്കുന്നത്. ഇനിയപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിലായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ചോദിച്ചാലും മതി. ആൻഡ് വൺ ഓഫ് ദി തിങ്സ്, ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ മെൻഷൻഡ് ആണ്. ഫീസ് സ്ട്രക്ചറിന്റെ പഴയ PDF ആണ് നമ്മുടെ സൈറ്റിലുള്ളത്. പക്ഷെ പുതിയതായിട്ട് അപ്ഡേറ്റഡ് ആണ് ഫീസ് സ്ട്രക്ചർ. പക്ഷെ ഒരു എറൗണ്ട് കണക്ക് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി സെമസ്റ്റർ എക്സാം ഫീസ് KTUവിന്റെ അത്യാവശ്യം വരുന്നുണ്ട്. 2000, 3000 ഒക്കെ ആയിരിക്കും പെർ എക്സാം. സോ ഒരു എറൗണ്ട് വന്നു കഴിഞ്ഞാൽ ROI 2.5 lakhs ഉള്ളിലായിരിക്കും നമ്മളുടെ സെം ഫീസ് വരുന്നത്. പിന്നെ ഹോസ്റ്റൽ ഫീസും അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ വൺ ഓഫ് ദ ഗുഡ് ROI കോളേജസ് വിത്തിൻ കേരള, CET is a good choice and we have a lot of good placement and we have a lot of good alumni from CET and of course CET എന്ന ബ്രാൻഡ് വാല്യൂ is good. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം. That's all. Thank you.